ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് ലാൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ എസ് ലാൽ, അല്പസമയം മുമ്പ് മന്ത്രി വി എൻ വാസവൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പല റെക്കോർഡുകളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമാണ്. പക്ഷേ ഈ നേട്ടങ്ങൾ കൊണ്ട് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു അപകടമാണോ ഇന്നലെ ഉണ്ടായത്? മന്ത്രിമാർക്ക് ഒരുപാട് അബദ്ധം പറ്റുന്നുണ്ട്. ഈ മരണവീഴ്ച എന്നുകൊണ്ടാണ് പാലുകാച്ചിനെ പറ്റി സംസാരിക്കുന്നത്. ധിക്കാരമാണ്. ഇപ്പൊ ഭരണത്തിന്റെ നേട്ടങ്ങളെ പറ്റി വീമ്പിളക്കാനുള്ള സമയമല്ല. കേരളത്തില് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ ഒരുപാട് ആശുപത്രികളുണ്ട്. ഇന്നിപ്പോ എനിക്ക് പാല ആശുപത്രിയെ പറ്റി ആൾ വിളിച്ചു പറയാണ്. പാലയിൽ ഇപ്പൊ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരുന്നു. അപ്പൊ എങ്ങനെ നന്നാക്കാമെന്നാണ് നോക്കേണ്ടത്. പിന്നെ ഈ മന്ത്രിമാർക്ക് പറ്റിയ തെറ്റ്, മന്ത്രിമാർ ജനപ്രതിനിധികളാണ്, നേതാക്കന്മാരാണ്. അവരൊക്കെ പോകുമ്പോൾ ജനങ്ങൾക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഊർജം കിട്ടും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക്. പക്ഷെ അവര് സാങ്കേതിക കാര്യങ്ങൾ അഭിപ്രായം പറയരുത്. ഇതിന് നമ്മുടെ രാജ്യത്തും പ്രോട്ടോക്കോളുണ്ട്, അന്തർദേശീയ പ്രോട്ടോക്കോളുകളുണ്ട്. ഒരു ആശുപത്രി കെട്ടിടം അല്ലെങ്കിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതിന് പോലീസിന്, ഫയർഫോഴ്സിന്, ദ്രുതകർമ്മ സേനയ്ക്ക്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, ഇവരെല്ലാം സാങ്കേതിക കാര്യം പറയേണ്ടത്. ഇവരെന്ത് വിദ്യാഭ്യാസ യോഗ്യതയിൽ അല്ലെങ്കിൽ എന്ത് അനുഭവജ്ഞാനത്തിന്റെ പേരിലാണ് അവിടെ അതിൻ്റെ ആളില്ല എന്നവർ പറഞ്ഞത്? അവിടെ ക്യാമറ ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് കാര്യങ്ങൾ മന്ത്രിമാരില്ലെങ്കിൽ ഇവിടെ നടക്കും. രാജഭരണകാലത്തും ഗവർണർ ഭരണകാലത്തും എല്ലാ കാലത്തും ഇവിടെ ആശുപത്രി നടന്നില്ലേ? മന്ത്രിമാരുള്ളതുകൊണ്ടാണ് ആശുപത്രി നടക്കുന്നത്. അവരുടെ നേതൃത്വം പൊളിറ്റിക്കൽ നേതൃത്വമാണ് വേണ്ടത്. സാങ്കേതിക കാര്യങ്ങൾക്ക് ഒരു അഭിപ്രായം പറയും. മന്ത്രി ആകുന്നതിന്റെ ഒന്ന് MBBS കിട്ടൂ, അല്ലെങ്കിൽ MD കിട്ടൂ, അല്ലെങ്കിൽ PhD കിട്ടൂ. അവര് രാഷ്ട്രീയ നേതാക്കൾ, നമുക്ക് അവരുടെ ബഹുമാനമുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ അവരല്ല പറയേണ്ടത്. ഒരു സ്ഥലത്ത് ഇന്നലെ ലാത്തി ചാർജിന് വക്കോളെത്തിയില്ല, ആഭ്യന്തരമന്ത്രിയാണ് ലാത്തി ചാർജിന് പോണത്. ഏത് ലാത്തി കൊണ്ടടിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ് പറയേണ്ടത്. ആഭ്യന്തര നേതൃത്വമാണ് കൊടുക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ ചെയ്യാൻ അനുവദിക്കണം. ഇന്നലെ അവിടെ എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ 41 വർഷം ആരോഗ്യരംഗത്തുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളായി സംസാരിക്കും. മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്കറിയാം ഇത് ഈ മന്ത്രിമാർ അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ കൃത്യമായി നടന്നു. ഈ മന്ത്രി അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഡോക്ടറോ അവിടെ പ്രശ്നം പറയാൻ ധൈര്യപ്പെടും. പ്രത്യേകിച്ച് ഈ സർക്കാർ ഇക്കാലത്ത്. അത് മാത്രമല്ല, ഒരു അഭിപ്രായം പറഞ്ഞ ഡോക്ടർ ഹാരിസ് കിടന്ന് വെള്ളം കുടിക്കുക. അപ്പൊ ഇത് മന്ത്രിമാർ അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുത്. ഇത് ഞാൻ നേരത്തെ പറയുകയാണ്. നിപ്പ വരുമ്പോഴത്തേക്ക് മന്ത്രി മാസ്ക് ഇട്ട് ഐസ് യൂണിറ്റ് കയറുകയാണ്. മന്ത്രിയുടെ ജീവൻ നമുക്ക് പ്രധാനമല്ലേ? അവർക്ക് പരിശീലനം ഇല്ലാത്തവർക്ക് കയറരുത്. നിപ്പ വന്നപ്പോ അന്നത്തെ മന്ത്രി മാസ്ക് ഇട്ടിട്ട് ഐസ് യൂണിറ്റിനകത്ത് കയറി പോവുകയാണ്. അവർക്ക് വൈറസിനറിയാം മന്ത്രിയാണെന്ന്. ഇതിനകത്ത് ഈ അനാവശ്യമായ ഭരണം ഒന്ന് കുറയ്ക്കണം. ഇവരാരും ഇല്ലെങ്കിൽ ഇവിടെ ആരും ഇന്നവിറ്റബിൾ അല്ല. ഏറ്റവും നല്ല ഭരണാധികാരികൾ പോലും ഇവിടെ ഇല്ലാതായിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ നടക്കുക. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും, ഈ ഭരണം എന്ന് പറയുന്നത് എല്ലാത്തിലും കയറി ഇടപെടുന്നതല്ല, എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്നതല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിമാർ പലരും അത്യാവശ്യം മാത്രം സംസാരിച്ചു. ശ്രീ അച്യുതമേനോൻ വലിയ വാചാലല്ലേ, പക്ഷെ ഗവൺമെന്റ് നന്നായിട്ട് നടത്തിയില്ലേ? ഇത് മന്ത്രിമാർ ഈ മാൻ ഷോ അങ്ങ് മാറും. ഇത് വളരെ വേദനയോടുകൂടി പറയും. ഇത് രാഷ്ട്രീയം പോലും അല്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, മനുഷ്യരെ ജീവൻ രക്ഷിക്കാൻ പഠിച്ച ഒരാളാണ് സംസാരിക്കുന്നത്. അനാവശ്യമായിട്ട് സിനിമ എടുക്കൽ, മാൻ ഷോ. ലോകത്ത് എത്ര രാജ്യങ്ങളാണ് ജീവിച്ചിട്ടുണ്ട്? ഏറ്റവും ദരിദ്ര രാജ്യമാണ് ജീവിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ, സ്വിറ്റ്സർലൻഡ് ജീവിച്ചിട്ടുണ്ട്. ഈ മന്ത്രിമാരെ ഷോ ഒരിടത്തും ഇല്ല. സാങ്കേതിക കാര്യങ്ങൾ ചെയ്യേണ്ടവർ അവരങ്ങ് ചെയ്യും. ഇവരതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ട പണം കൊണ്ടുവരും. ഇവർക്ക് സാധനവും കയ്യിലെടുത്ത് ഐസ്യൂട്ടിനകത്ത് ഇടിച്ചു കയറുക, അഭിപ്രായം പറയുക, സാങ്കേതിക വിഷയങ്ങളിൽ അവരഭിപ്രായം പറയുക. അത് പറയാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഒരു ആരോഗ്യ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ 19 വയസ്സ് കഴിഞ്ഞ ഒരാളായിരിക്കും എപ്പോഴും. എന്ന് പറഞ്ഞാൽ 17 വയസ്സ് മെഡിക്കൽ കോളേജ് കയറുന്നവരാണ്. 10-35 വർഷത്തെ അനുഭവം കൊണ്ടാണ് ഒരാൾ ആരോഗ്യ ഡയറക്ടറോ അഡീഷണൽ ഡയറക്ടറോ ജില്ലാ മെഡിക്കൽ ഓഫീസറോ ആകുന്നത്. അവർക്കറിയാതെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഇതിനനുവദിക്കാതെ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയലും എല്ലാത്തിലും കയറി ഇടപെടും. ഒരു മനുഷ്യന്, ഞാൻ എന്റെ സുഹൃത്തുക്കളാണ് എല്ലായിടത്തും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ക്ലാസ്മേറ്റ്സും ഒക്കെ, ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ ധൈര്യമില്ല, അനുവാദമില്ല. എല്ലാ മന്ത്രി ഓഫീസിനും മന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയും മറ്റേ CPM ഓഫീസിനും ഒക്കെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇതിങ്ങനെ പാടില്ല. അത് ഏത് പാർട്ടി ഭരിച്ചാലും ഇങ്ങനെ പാടില്ല. ഞാനിപ്പോ ഒരു പാർട്ടിയുടെ പറയുന്നതല്ല. ഇപ്പൊ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവരാ ഭരിക്കുന്നത്. മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രിമാരുടെ അടുത്ത് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇപ്പൊ ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തം എന്റെ കൂടെ ഗവൺമെന്റാണ്. എനിക്ക് എതിർ രാഷ്ട്രീയമായിരിക്കാം, പക്ഷെ എന്റെ കൂടെ മുഖ്യമന്ത്രി, എന്റെ കൂടെ ആരോഗ്യമന്ത്രിയാണ്. അവർ നന്നാകാൻ വേണ്ടിയാ പറയുന്നത്. ഈ ഇവിടുത്തെ ആരോഗ്യമന്ത്രി ചെയ്യുന്നത് ശരിയായിരിക്കണം, എന്നാലും എന്റെ കൂടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഇത് നമ്മൾ സഹായിക്കാന്ന് പറയുന്നത്. ഒരു വീട്ടില് തീ പിടിക്കുമ്പോൾ നമ്മൾ പറയുമോ എന്റെ പാർട്ടിക്കാർ വന്ന് തീ അണച്ചാൽ മതിയെന്ന്? ഇവരെല്ലാവരുടെയും സഹായം അനുവദിക്കേണ്ട, അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ട, ആവശ്യപ്പെടേണ്ട സമയമാണ്. സർക്കാരിന് അത് മനസ്സിലാകുന്നില്ല എത്ര പറഞ്ഞിട്ടും. ജനങ്ങളുടെ ഗവൺമെന്റാണ്. LDF-കാരന്റെ, UDF-കാരന്റെ, BJP-കാരന്റെ ഒക്കെ മന്ത്രിമാരും സർക്കാരുമാണ്. സർക്കാർ വന്നു കഴിഞ്ഞാൽ
അതില്ല, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. ഒരു വിദഗ്ധ അഭിപ്രായം തേടില്ല. കുറെ വിദഗ്ധന്മാർ പാർട്ടി ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അവർക്ക് ഇത് എന്താണ് ആരോഗ്യം എന്താണ് മറ്റു കാര്യങ്ങളുമായിട്ട് വെച്ചാൽ ഒന്നും അറിയില്ല. കേരളം പോലൊരു സംസ്ഥാനം, ഏറ്റവും പേരുള്ള സംസ്ഥാനത്തിന് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാണ്, ഇന്ത്യയിലെ മറ്റ് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ വളരെ മുന്നിൽ പോവുക. വളരെ എളുപ്പമാണ് അവിടെ ഉപദേശങ്ങൾ കൊടുക്കാനും കാര്യങ്ങൾ നടത്തിച്ചെടുക്കാൻ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഫസ്റ്റാണ്, ഇവിടെ ആരും സഹായം വേണ്ട. ഈ നിലപാട് മാറ്റണം. മന്ത്രിമാർക്കൊന്നും ആരോഗ്യമൊന്നും മനസ്സിലായിട്ടൊന്നും ഇപ്പോഴത്തെ മാർക്കും മനസ്സിലായിട്ടില്ല. എളുപ്പമല്ല. അതെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച ആരോഗ്യ സംവിധാനം എന്നൊക്കെ പറയുമ്പോഴും ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. വളരെയധികം നന്ദി ഡോക്ടർ എസ് എസ് ലാൽ പ്രതികരിച്ചതിന്.